നിങ്ങളുടെ പാരൻസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പാരൻസ് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള എല്ലാ കാര്യത്തിനുള്ളൊരു മോട്ടിവേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന ടി വി സഫലമി യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദ് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പ്രശസ്തമായ ഏജീസ് ലോജിസ്റ്റിക്സ് എന്ന സ്ഥാപനം, അതിൻ്റെ സാരഥി ഷെരീഫ് സുലൈമാനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും സർ. ദർശന ടി വിയുടെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? +2 വരെ അവിടെയായിരുന്നു. പിന്നെ ഡിഗ്രി ആലുവയിലായിരുന്നു. എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് മഹാരാജ് കോളേജിലാണ്. സൗദിയിലേക്ക് എപ്പോഴാണ് വരുന്നത്? സൗദിയിൽ 2010 സൗദിയിൽ വരുന്നത്. എന്തായിരുന്നു ആദ്യകാലത്തൊക്കെ സൗദിയിലെത്തിയിട്ട്? ടോട്ടലായിട്ട് 2.5 വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ ജോലി? ആദ്യം അക്കൗണ്ട് സെക്ഷനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ടോട്ടലി എല്ലാം ഹാൻഡിൽ ചെയ്യായിരുന്നു ആദ്യത്തെ ആ ഒരു പീരീഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഏത് ഫീൽഡിൽ? അന്ന് ഇലക്ട്രിക്കൽ മേഖലയിലായിരുന്നു. അവർക്ക് പാനലിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റും ഇലക്ട്രിക്കൽ ഷോപ്സ്, റീറ്റെയിൽ കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതിലാണ് ആദ്യം വർക്ക് ചെയ്തത്. ഓക്കെ. പിന്നീട് ഈ സ്വന്തം ബിസിനസ്സിലേക്ക് മാറി. അതെ. അല്ല, എന്തായിരുന്നു അത്? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ട്രേഡിംഗ് ആണ്. നമ്മൾ ഇലക്ട്രിക്കൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. പ്രൊജക്റ്റിന് വേണ്ട മെറ്റീരിയൽസ് ആയിരുന്നു ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടപ്പ്. അതായിരുന്നു 2-3 വർഷം. ഇപ്പോഴും ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓരോ സമയത്ത് ഓരോ ബിസിനസ് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ ലോജിസ്റ്റിക്സിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ ലോജിസ്റ്റിക്സിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 years ആയി ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ലോജിസ്റ്റിക്സിൻ്റെ പിന്നെ ഒരു ട്രാവൽ ഡിവിഷൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 year, ഓൾമോസ്റ്റ് 1 year ആവും. ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ളൊരു സെക്ഷൻ. ഓക്കെ. പിന്നെ ഒരു മാനുഫാക്ചറിങ് പാനലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതും ഓൾമോസ്റ്റ് ഒരു 3 years ആയി. ഓക്കെ. പിന്നെ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സൈനേജസിൻ്റെ അതും ഓൾമോസ്റ്റ് ഒരു 2 year ആയി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. മാഷാ അല്ലാഹ്. പിന്നെ ഒരു 4-5ഓളം ബിസിനസ് ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ആക്ടിവിറ്റീസ് ചെയ്തിട്ടാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലോജിസ്റ്റിക്സും മെയിനും എല്ലാം നമ്മൾ ആ ഒരു ഫ്ലെഡ്ജിൽ തന്നെ പോകുന്നുണ്ട്. ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ട്രാവൽ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ലോജിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? എന്താണ് ആക്ടിവിറ്റീസ്? ലോജിസ്റ്റിക്സിൽ നമ്മൾ മെയിനായിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ നിയോമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കിദിയ, പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ലീപ്പ് അതേപോലത്തെ എക്സിബിഷൻസ് വരുമല്ലോ, അതിലൊക്കെ അങ്ങനത്തെ പ്രൊജക്ട്സിൽ നമ്മൾ എക്യുപ്മെൻറ്റ്സ്, സ്റ്റാഫുകൾ, അങ്ങനത്തെ ഇതാണ് ലോജിസ്റ്റിക്സ് സെക്ഷനിൽ വരുന്നത്. ഓക്കെ. മൂവിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ക്ലയൻറ്റിന് വേൾഡ് വൈഡ് ഇവിടെ നിന്നാണോ എവിടേക്ക്, ഇപ്പോൾ സൗദിയിൽ നിന്ന് ദുബായ്, ബഹ്റിൻ, ഖത്തർ എവിടേക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ സെക്ടറിലോട്ട് എവിടേക്കാണെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ ഫുൾ സ്റ്റെപ്സ് നമ്മൾ പാക്ക് ചെയ്ത് അതേപോലെ അവരുടെ ഡെസ്റ്റിനേഷനിൽ അവരുടെ ഡോറിൽ എത്തിച്ചു കൊടുക്കും. അവരുടെ ഡോറിൽ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇപ്പം ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്, ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നമ്മളിപ്പോൾ ടിക്കറ്റിംഗ് ഇപ്പോൾ ജസ്റ്റ് 1 year ആയിട്ടുള്ളൂ. അപ്പോൾ ടിക്കറ്റിംഗ് ഹോട്ടൽ ബുക്കിംഗ് മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ജോർജിയ, അസർബൈജാൻ നമ്മൾ പാക്കേജസ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പാൻഡ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ സൈനേജസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ബാസ്കിൻ റോബിൻസ്, പിന്നെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് റമദാൻ ലുലുവിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് സൈൻ ബോർഡുകൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്ലാൻ ഫോർ ലെസ് അങ്ങനെ ഉള്ളൊരു കാര്യങ്ങൾ സൈനേജസിൽ വരുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 2 വർഷം. അപ്പം നമുക്ക് ഇപ്പം മൊത്തം ഇവിടെ എത്രത്തോളം സ്റ്റാഫുണ്ട്? സ്റ്റാഫ് നമുക്ക് എല്ലാം കൂടെ അറൗണ്ട് ഒരു 60+. 60+ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു 60+ കുടുംബത്തിന് നമ്മളൊരു അത്താണിയാവാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് അതിലൊരു മെയിനായിട്ടുള്ള നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സ്റ്റാഫാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാഫിൻ്റെ സപ്പോർട്ട് അത് എത്രത്തോളം ഉണ്ട്? നമ്മുടെ സ്റ്റാഫ് എല്ലാം എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ സ്റ്റാഫിനെ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്, നമ്മുടെ ഇപ്പോൾ നിൽക്കുന്നതും അങ്ങനെയാണ്. എല്ലാ സെക്ഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നതും.
അവരുടെ തന്നെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഓരോ സംഭവങ്ങളാണെങ്കിലും അത്ര സക്സസ് ആവുന്നത്. നമ്മളൊക്കെ ഞാൻ 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അധികം എക്സ്പീരിയൻസ് ഇല്ല, 2 വർഷമൊക്കെ സൗദി അറേബ്യയിൽ ആദ്യം വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതാണ്. അതും വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ പറയാം, സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ പറയാം സ്റ്റാർട്ടപ്പിൽ. അപ്പോൾ ഈ ഒരു 10 years കൊണ്ട് ഈ ഒരു സ്റ്റേജിലുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാഫുകളുടെയും എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് കൊണ്ട്. വൈഫിൻ്റെ സപ്പോർട്ട് അത് എത്രത്തോളം ഉണ്ട്? കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മളെ മൂഡ് ഒരുപോലെ ഉണ്ടാവില്ല. ചിലപ്പം പിന്നെ ഓഫീസിലത്തെ പ്രഷറായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലെ പ്രഷറൊന്നും ഞാൻ വീട്ടിലേക്ക് എടുക്കാറില്ല. അത് അവിടെ ഇറക്കി വെച്ചിട്ട് വരും, ഡോർ സ്റ്റെപ്പിൽ ഇറക്കി വെക്കും. വീട്ടിലോട്ട് കയറുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് വീട്ടിലോട്ട് കയറാറുള്ളൂ. എത്ര ടെൻഷനാണെങ്കിലും ചിലപ്പോൾ വീട്ടിലത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയിൽ ഫ്രണ്ടിൽ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് അങ്ങനെ വീട്ടിലത്തോട്ട് കയറാം. കാരണം എന്തെങ്കിലും ടെൻഷൻസ് കാര്യമുണ്ടെങ്കിൽ അത് പുറത്ത് ഇറക്കി വെച്ചിട്ടാണ് ഉള്ളിൽ കയറാറുള്ളൂ. പിന്നെ വൈഫിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നല്ല സപ്പോർട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് ടൈം നോക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്നെ ഇവിടെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഓൾമോസ്റ്റ് ഇപ്പം നൈറ്റൊക്കെ 2 മണി 3 മണി ചിലപ്പോൾ വെളുപ്പിനായിരിക്കും വരാം, ചിലപ്പോൾ ഓഫീസിൽ അങ്ങനെ ഇരിക്കും, കാലത്ത് വരും. പിന്നെ വരെ ഒരു കംപ്ലൈൻറ്റോ ആ രീതിയിൽ വൈഫിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ ഒരു കാര്യത്തില്ല, അപ്പോൾ എല്ലാ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പഠിച്ചത് അയച്ചിട്ട് തോന്നുന്നുണ്ട്. എന്താണ് വൈഫിൻ്റെ പേര്? മിസ്രിയ. മക്കൾ 2 മക്കളാണ്. മക്കൾ 2 പേര്. എന്താണ് മകൻ്റെ പേര്? അബ്ദുൽ സഹൻ, മൂത്താള് മുഹമ്മദ് സഹീം, ചെറിയ ആള്. മൂത്താള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, സെക്കൻഡ് LKG പഠിക്കുന്നു. UKG-ലോട്ട് ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ അലിഫ് ഇന്റർനാഷണലാണ് പഠിക്കുന്നത്. ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണോ? അല്ല, ജനിച്ചത് നാട്ടിൽ. ഈ വൈഫ് നാട്ടിൽ തൊട്ടടുത്താണോ അതോ എങ്ങനെ? തൊട്ടടുത്താണ്. അടുത്തന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു? അതെ. ഓക്കെ. നമ്മുടെ പാരൻസ് അവർ നമുക്ക് പകർന്നു നൽകുന്ന ആ ഒരു മൂല്യമുണ്ട്, ധാർമ്മിക മൂല്യം, തീർച്ചയായിട്ടും അത് വളരെ വലുതാണ്. താങ്കളുടെ ലൈഫിൽ താങ്കളുടെ പാരൻസ് എത്രത്തോളം പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പാരൻസ് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള എല്ലാ കാര്യത്തിനുള്ളൊരു മോട്ടിവേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമ്മുടെ ഒരു സപ്പോർട്ടും നമ്മുടെ ഒരു ധൈര്യവും അവരാണ്. അവരുടെ ഒരു തന്നെയാണ് എല്ലാം. കാരണം നമുക്ക് ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കുറേ കാര്യങ്ങളുണ്ട്. ഫാദറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ലൈഫിൽ നമുക്ക് ത്രൂ ഔട്ട് എല്ലാ സപ്പോർട്ട്. അതെ. പിന്നെ ആ ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. എത്ര ബ്രദേഴ്സ്? എങ്ങനെ? എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററാണ്. എന്ത് ചെയ്യുന്നു അവരൊക്കെ? ബ്രദർ ഗവൺമെൻറ് ടീച്ചറാണ്. സിസ്റ്റർ മാരീഡ് ആണ്. അവിടെ തന്നെ ഇല്ല, വർക്ക് നേരത്തെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ മോസ്റ്റ്ലി പിന്നെ ഫാമിലി ഒരു ഗവൺമെൻറ്. തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു നമ്മൾ മാത്രം ബിസിനസ് രംഗത്തേക്കാണ്. ഒരു ഡീവിയേഷൻ വന്നുപോയി. അങ്ങനല്ല, ഭാഗ്യവശാല് നമ്മൾ നമ്മൾ അതിൽ രക്ഷപ്പെട്ടല്ലോ. തീർച്ചയായിട്ടും. അൽഹംദുലില്ലാഹ്. ഓക്കെ. ഇപ്പം പിന്നെ ഈ ലോജിസ്റ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ്. അതെ അല്ല, നമ്മളെങ്ങനെയാണ് അതിനെ സർവൈവ് ചെയ്യുന്നത്, ഈ കോമ്പറ്റീഷനൊക്കെ ഫേസ് ചെയ്യുന്നത്? ഏത് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷൻ ഏത് ബിസിനസ്സിലാണെങ്കിലും ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബിസിനസ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല. ഓക്കെ, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു. കാരണം നമ്മൾ ഒരു ട്രസ്റ്റ് മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മൾ ബിൽഡപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ റെഫറൻസിൽ തന്നെ നമുക്ക് ഒരു ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും നമുക്ക് ബിസിനസ് വരും. വൺസ് നമ്മളൊരു അപ്രോച്ച് ചെയ്ത ക്ലയൻറ്റ് പിന്നെ ഒരിക്കലും അത് വേറൊരു പ്ലാറ്റ്ഫോമിലോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ വരുത്താറില്ല. നമ്മൾ പിന്നെ അഡ്വർടൈസിങ്ങിനും ഈ പറഞ്ഞ മാർക്കറ്റിങ്ങിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് തന്നെ വളരെ കുറവാണ്. കാരണം വെച്ചാൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല എല്ലാ ബിസിനസ്സിലും. ഓക്കെ, പഠിച്ച് സഹായിച്ചിട്ട് എല്ലാത്തിലും പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാ ബിസിനസ്സിലും നമുക്ക് ഉണ്ട്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നമുക്കൊരു ബിസിനസ് എടുത്താലും നമുക്ക് കാപ്പബിൾ ആയിരിക്കണമല്ലോ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രക്ചർ വെച്ചിട്ട്
നമ്മളെ നമ്മുടെ കപ്പാസിറ്റിക്കുള്ള ബിസിനസ് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അത് തന്നെയാണ് ഈ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ അത് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ബെസ്റ്റ് ക്വാളിറ്റി സർവീസ് റീസണബിൾ പ്രൈസിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് എങ്ങനെ മാക്സിമം ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ബിസിനസ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കാൽക്കുലേഷൻ പോവുക. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബിസിനസ്സിൽ അത് എങ്ങനെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാം നമ്മുടെ സർവീസ് എന്നുള്ളൊരു കാര്യം നോക്കാറുള്ളൂ. ഒരിക്കലും പ്രോഫിറ്റൊക്കെ ഒരു വിദൂരതയിലുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ ബിസിനസ്സിലും വരുന്ന ആ ഒരു ക്ലയൻ്റ് ആണെങ്കിലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ആ ഒരു ബിസിനസ് ഒരു ക്ലയൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് കിട്ടാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതുവരെ ഒന്നും അങ്ങനെ ഒരു സെക്ടറിലും നമുക്ക് അഡ്വർടൈസ്മെൻറ്റിനോ മാർക്കറ്റിങ്ങിനോ ഒന്നും ഒരു സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടില്ല. ബിസിനസ്സിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ പലരും പറയാറുണ്ട്, ബിസിനസ് എന്ന് വെച്ചാൽ ബാങ്കുണ്ട്. ഇനി എന്താണ് പുതിയ ഫ്യൂച്ചർ എക്സ്പാൻഷൻ സ്കെയിലപ്പ് ചെയ്യാൻ എങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്? ഇല്ല, നമ്മളിപ്പോൾ ഇവിടെ സൗദിയിൽ ഇപ്പോൾ അറിയാലോ, ഒത്തിരി വേൾഡിലെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഇവിടെ സൗദി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ബിസിനസ്സുകൾ എല്ലാം ഒന്ന് ഒരു ട്രാക്കിലോട്ട് ആക്കണം, ഒരു കുറച്ചും കൂടെ ഒരു മോഡിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും അടുത്തൊരു പുതിയ ആക്ടിവിറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുള്ളൂ. വെറുതെ കുറേ ആയിട്ടും കാര്യമില്ല. ഇപ്പം എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്, അതിനെ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം, കുറച്ചൊന്ന് ഫ്രീ ആവണം. ഓൾമോസ്റ്റ് ഒരു 10 years ആയി നമ്മൾ ത്രൂ ഔട്ട് ബിസിനസ്സിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഡേ ആൻഡ് നൈറ്റ് കുറേ അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആവണം, ഫാമിലിക്ക് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു 1 year അറ്റ്ലീസ്റ്റ്. ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമാണോ? ട്രാവൽ ചെയ്യാൻ? അതെ, തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. വളരെ കുറവായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഒരു 4 months ബിഫോറാണ് ഇവിടെ കാശ്മീരും ലേയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് തന്നെ അതാണ് വൈഫിൻ്റെ ഒക്കെ ഒരു നമ്മളെന്ത് പറഞ്ഞാൽ അതിന് ഇപ്പം പോകണം എന്നാണ് അവിടെ നിന്നുള്ള ഒരു ചോദ്യം. ഞാൻ ബാച്ചിലറായിട്ടാണ് പോയത്, എൻ്റെ 2 ഫ്രണ്ട്സായിട്ടാണ് പോയത്. അപ്പോൾ അത് ഫുൾ ഷെഡ്യൂൾ ചെയ്ത് ഇവിടെ നിന്നുള്ള ടിക്കറ്റ് തിരിച്ചെത്താനുള്ളത് ഒരു 2 മാസം മുമ്പേ ഫ്രണ്ട് അടുത്ത് പറഞ്ഞ് ഫുൾ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് എടുത്തു വെച്ചോളാൻ പറഞ്ഞു, എന്നാലേ പോക്ക് നടക്കുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മന്ത്. അപ്പം പിന്നെ ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യങ് ജനറേഷനോട് ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? യങ്സ്റ്റേഴ്സ്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ കണ്ടെടുത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് റിസൾട്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഷോർട്ട് കട്ട് വേണം, എല്ലാത്തിനും ഉള്ളൊരു ഷോർട്ട് കട്ട് നോക്കി പോകുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് അവരുടെ ആ ഒരു വിഷനോട് കൂടിയിട്ട് അവരുടെ കരിയർ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ സിറ്റുവേഷൻ തന്നെ അറിയാം, നാട്ടിൽ പഠിച്ചു വരുന്ന മുമ്പത്തെ ആ ഒരു ക്വാളിറ്റി അല്ലല്ലോ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ്. മുമ്പത്തേക്കൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിയുന്തോറും ക്വാളിഫിക്കേഷൻ കൂടുതലുണ്ട്, പക്ഷെ ക്വാളിറ്റി ഓഫ് മെച്യൂരിറ്റി ഇല്ല. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ MBA ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും നമ്മളിപ്പോൾ പുതിയ സ്റ്റാഫിനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാറുണ്ട് ഈ ഒരു കാര്യങ്ങൾ. അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല, അത് ഓൾമോസ്റ്റ് അവരുടെ ലൈഫിലും എഫക്റ്റീവ്. ഇൻ കേസ് ഒരു ബിസിനസ് സെക്ടറിലോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ത്രൂ ഔട്ട് അത് വരും. പിന്നെ ഈ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം, എല്ലാത്തിനും ഒരു ഷോർട്ട് കട്ട് നോക്കി പോകുന്ന ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എല്ലാവരും എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പോകാൻ താല്പര്യമുള്ള. ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന തന്നെ ആ കോളേജിൽ പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു ഒരു എക്സാമ്പിൾ, ഇപ്പോൾ വർക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ആദ്യം ജോലി കിട്ടി, ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അവർ 1-2 വർഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും ആ കമ്പനിയുടെ സാലറി എത്രയാണ്, ഇപ്പോൾ ഒരു 5,000 10,000 സാലറി, ആ സാലറി നോക്കിയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. വർക്കിനെ സ്നേഹിച്ചിട്ട് ഒരിക്കലും അവർക്ക് അവർക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് പലരും ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അവർക്ക് നാളത്തേക്ക് അവർക്കൊരു എക്സ്പീരിയൻസ് അതിൽ വരുള്ളൂ. ചിലവർ ആ കമ്പനിയിൽ എന്താ ചെയ്യുക, ആ ഒരു വർക്ക് മാത്രം അങ്ങനെ ചെയ്ത് ഫോക്കസ് ചെയ്ത് എൻ്റെ ജോബ് ഇതാണ്, അല്ലെങ്കിൽ എന്നെ കമ്പനി ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ നിന്ന് പോകും. അത് അവരുടെ ലൈഫിൽ ത്രൂ ഔട്ടായിട്ട് ആ കംഫർട്ട് സോണിൽ അവർ നിന്ന് പോകും. കംഫർട്ട് സോൺ എപ്പോഴാണോ അവർ ബ്രേക്ക് ചെയ്യുന്ന
ആ സമയത്ത് അവർക്ക് റിസൾട്ട് ഇല്ലെങ്കിലും എന്തായാലും ഫ്യൂച്ചറിൽ അവർക്ക് റിസൾട്ട് കിട്ടും. ഏതായാലും താങ്കളുടെ ഈ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും നമുക്ക് സമയം തന്നത്, ഞങ്ങൾക്ക് വിളിക്കുമ്പോൾ തന്നെ താങ്കൾ വളരെ ബിസി ആയിരുന്നു, സമയം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇനിയൊരു അവസരത്തിൽ വീണ്ടും കാണും. അസ്സലാമു അലൈക്കും. താങ്കളുടെ എല്ലാ ഭാവി പ്രൊജക്റ്റും ഒരുപാട് സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.